മറ്റ് രാജ്യങ്ങളിൽ നിന്നെത്തുന്നവർക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് ചികിത്സ തേടേണ്ടത് അത്യാവശ്യമാണ് എന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജാഗ്രത പാലിക്കണം. ഇത് പകരാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ്. എല്ലാ ജില്ലകളിലും നിലവിൽ ഐസൊലേഷൻ വാർഡുകൾ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് അല്പസമയം മുൻപ് ആരോഗ്യമന്ത്രി വീണ ജോർജ് 24-നോട് പറഞ്ഞത്. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്കും മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കും പടരുന്ന രോഗമാണ്. കടുത്ത പനി കൂടാതെ ചുവന്ന തടിപ്പുകൾ ഇത് ദേഹത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ ചികിത്സ തേടേണ്ടത് അത്യാവശ്യമാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് വിമാനത്താവളങ്ങളിൽ ഇത് പരിശോധിക്കാനുള്ള സൗകര്യമുണ്ട്. തെർമൽ സ്കാനർ വഴി ടെമ്പറേച്ചർ പരിശോധിക്കുന്നു. അങ്ങനെ ശരീരത്തിൻ്റെ താപനില കൂടുതലാണ് എന്നുണ്ടെങ്കിൽ അടിയന്തരമായി തന്നെ ചികിത്സ തേടേണ്ടതുണ്ട്. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാകും ഒരുപക്ഷെ ഇതിൽ ദേഹത്ത് ചുവന്ന തടിപ്പുകൾ പ്രത്യക്ഷപ്പെടുക. വസൂരിയുടേതിന് സമാനമായ പാടുകൾ ദേഹത്തുണ്ടാവുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണം. കൂടാതെ കടുത്ത തലവേദന, വേദന, ഇതെല്ലാം ലക്ഷണങ്ങളാണ്. ഊർജ്ജക്കുറവ് ഒക്കെ ഈ രോഗത്തിൻ്റെ ലക്ഷണമാണ്. ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് മലപ്പുറം എടവണ്ണ സ്വദേശിക്കാണ്. അദ്ദേഹം UAE-യിൽ നിന്ന് എത്തിയതാണ്. കഴിഞ്ഞ ദിവസം സംശയത്തെ തുടർന്ന് അദ്ദേഹം ചികിത്സയിൽ നിരീക്ഷണത്തിലുമായിരുന്നു. ഇപ്പോൾ അത് സ്ഥിരീകരിച്ചിരിക്കുന്നു. മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് ഇദ്ദേഹം ചികിത്സയിൽ കഴിയുന്നത്. ഇതിനു മുൻപ് 2022 കേരളത്തിൽ ഒരാൾക്ക് എംപോക്സ് സ്ഥിരീകരിച്ചിരുന്നു. അന്ന് രോഗമുക്തി നേടിയിരുന്നു. കൂടുതൽ പേരിലേക്ക് രോഗം പടരാതെ അന്ന് പ്രതിരോധ സംവിധാനമൊക്കെ വളരെ ശക്തമായി ഇരിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഒരിക്കൽ കൂടി ഈ രോഗം കേരളത്തിൽ സ്ഥിരീകരിച്ചിരിക്കുന്നു. മലപ്പുറം സ്വദേശിക്ക് എംപോക്സ്. ദീപക് ധർമ്മടം തുടരുന്നുണ്ട്. ദീപക്, നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രതിരോധ നടപടികളൊക്കെ നേരത്തെ തന്നെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് SOP അനുസരിച്ചുള്ളത്. ഇപ്പോൾ കർശന ജാഗ്രതയിലാണ് മലപ്പുറം ജില്ല. കൂടാതെ കേരളമെമ്പാടും പുറത്തുനിന്ന് വരുന്നവരുടെ കാര്യത്തിലൊക്കെ പ്രത്യേകിച്ചും ആ തരത്തിലേക്ക് വിമാനത്താവളങ്ങളിലൊക്കെ പരിശോധനാ സൗകര്യം ഉണ്ടാകും എന്നാണോ ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുള്ളത്? വിമാനത്താവളങ്ങൾ ഉൾപ്പെടെയുള്ള പ്രധാന ട്രാൻസിസ്റ്റ് സെൻ്ററുകളിലെല്ലാം തന്നെ പരിശോധന ഉണ്ടാകുമെന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചത്. ഈ ഘട്ടത്തിൽ നമ്മൾ പ്രേക്ഷകരെ അറിയിക്കേണ്ടത് ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ഈ ലക്ഷണങ്ങളുള്ളവർ ഉടൻ തന്നെ ആരോഗ്യവകുപ്പുമായി, പ്രത്യേകിച്ച് നോഡൽ ഓഫീസറുമായി ബന്ധപ്പെടണം. തൊട്ടടുത്ത ആരോഗ്യ കേന്ദ്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുകയും ഐസൊലേഷനിലേക്ക് പോവുകയും വേണം. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം പനി, തീവ്രമായ തലവേദന, കടലവീക്കം, നടുവേദന, പേശിവേദന, ഊർജ്ജക്കുറവ്, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടായാൽ തന്നെ ഡോക്ടറെ സമീപിക്കേണ്ടതാണ്. പക്ഷേ ഇതിൽ ഒന്നിലേറെ ഒരു ലക്ഷണങ്ങൾ ഒരുമിച്ച് വരികയാണെങ്കിൽ സ്വാഭാവികമായും അത് രോഗലക്ഷണമായി തന്നെ കണക്കാക്കാവുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പനി ഒരാഴ്ചയായി തുടരുകയും ഈ ദേഹത്ത് കുമിളകളും ചുവന്ന പാടുകളും വരികയാണെങ്കിൽ സ്വാഭാവികമായും അത് എംപോക്സിൻ്റെ പ്രധാന ലക്ഷണമായി കാണണം എന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചിരിക്കുന്നു. കൈപ്പത്തിയിലും അതുപോലെ ജനനേന്ദ്രിയം, കണ്ണുകൾ തുടങ്ങിയ ശരീരഭാഗങ്ങളിലും ചെറിയ കുമിളകൾ വരാം. അതായത് പുറത്തു വരണമെന്നില്ല, കൈപ്പത്തിയുടെ അകത്തേക്ക് വരാം, ശരീരത്തിൽ മറ്റു ഭാഗങ്ങളിൽ വരാം. ഇത്തരം കുമിളകൾ കണ്ടു കഴിഞ്ഞാൽ അത് എംപോക്സിൻ്റെ ലക്ഷണമായി കാണണം. ഈ ശരീരത്തിലുണ്ടാകുന്ന, ദേഹത്തുണ്ടാകുന്ന പാടുകൾക്കപ്പുറത്തേക്ക് ഊർജ്ജസ്വലതയിൽ കുറവ് വരികയും പനി തുടരുകയും ചെയ്യുമ്പോൾ അതും എംപോക്സിൻ്റെ ലക്ഷണമായി കാണേണ്ടതുണ്ട് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പിൻ്റെ SOPയുടെ ഭാഗമായി ഇറക്കിയ നിർദ്ദേശങ്ങളിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലക്ഷണങ്ങൾ ഉള്ളവർ ഭയപ്പെടാതെ, ഭീതിയിൽപ്പെടാതെ എത്രയും വേഗം ചികിത്സയ്ക്ക് വിധേയരാകണമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരൊക്കെയാണ് ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ചികിത്സ അടിയന്തരമായി തന്നെ തേടേണ്ടതുണ്ട് എന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുള്ളത്. നിലവിൽ മലപ്പുറത്ത് ചികിത്സയിലുള്ള ആൾക്കാണ്, UAE-യിൽ നിന്നെത്തിയ ആൾക്കാണ് എംപോക്സ് സ്ഥിരീകരിച്ചത്.